ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക ഗൈസ്. ഓക്കെ, ഞങ്ങൾ വർക്കിൻ്റെ ഇടയിൽ റെസ്റ്റ് ടൈമിൽ ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് പോയതാണ്. ഇതാണ് ബോട്ട് ജെട്ടി എറണാകുളത്തിൻ്റെ ബോട്ട് ജെട്ടിയാണിത്. മറൈൻ ഡ്രൈവിൽ തന്നെയാണ്. അപ്പോൾ ബോട്ട് ജെട്ടിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ നമുക്ക് ഉള്ളിലേക്ക് പോകാം, മറൈൻ ഡ്രൈവിലേക്ക്. ഇതാണ് ആ വഴി, മറൈൻ ഡ്രൈവിലേക്ക് പോകാനുള്ള വഴി. ഞങ്ങൾ ഈവനിങ് 5:30-6 മണിക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. സൺഡേ ആയിരുന്നു. കുറച്ച് ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ക്രൗഡ് നന്നായിട്ടുണ്ടായിരുന്നു ഗൈസ്. കുഴപ്പമില്ല, എന്നാലും നല്ല ക്രൗഡ്, നല്ല വൈബായിരുന്നു, നല്ല ഫീലിങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ബോട്ടുകളും, നമുക്ക് ബോട്ടിലൊക്കെ ഇങ്ങനെ പോവാൻ വേണ്ട. ബോട്ടിൽ നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കാം. നല്ല വൈബായിരുന്നു ഗെയ്സ്. അപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് ആരെങ്കിലും കൊച്ചിയിലൊക്കെ വരികയാണെങ്കിൽ മറൈൻ ഡ്രൈവ് ഒന്ന് കണ്ടവർക്ക് അതിനെപ്പറ്റി അറിയാം. നല്ല വൈബാണ്. നമ്മുടെ കയ്യിൽ മൈലേജ് കിട്ടില്ലേ, കളർ ഇട്ടിട്ട്, അതേപോലെ സൈഡ് കുറേ ഉണ്ട്. ടാറ്റ പോലെ അവരാക്കി തരും. പിന്നെ ഇതേപോലത്തെ 2-3 പാലുണ്ട്, സ്റ്റെപ്പ്. അതിൻ്റെ മേലെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൈബാണ്. ഫുൾ അറ്റം വരെ കാണാം. കുറേ കപ്പലുകളും തോണികളും ബോട്ടുകളും കുറേ നമുക്കവിടെ കാണാം. നല്ല വൈബാണ് അവിടെ. മാക്സിമം ഒരു 5 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിച്ചിട്ട്, വെയിലില്ലാതെ ആസ്വദിച്ചിട്ട് സമാധാനത്തിൽ നടന്ന് എല്ലാം കാണാൻ പറ്റും. മെല്ലെ സമാധാനത്തിൽ നിങ്ങൾക്ക് എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാം. നല്ല വൈബുള്ളവർക്ക്, വൈബ് അറിയണവർക്ക് മാത്രമേ അങ്ങോട്ട് പോയാൽ ഉണ്ടാവുള്ളൂ. ഇത് കാണുന്നോളൂ. ഇങ്ങനെ കുറച്ച് നേരം ഈ ചെറിയ തിരകൾ വരുന്ന പോലെ നമുക്ക് ഈ നോക്കിയൊക്കെ നിൽക്കാൻ ഭയങ്കര രസമാണ്. ആ വെള്ളത്തിന് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സങ്ങോട്ട് കൂളാവും. നല്ല ടെൻഷനൊക്കെ ആണെങ്കിൽ, കൊച്ചിയിലുള്ളവർ ചിലപ്പോൾ നല്ല ടെൻഷനൊക്കെ ആണെങ്കിൽ അങ്ങോട്ടൊക്കെ വന്ന് കൂളാവാറുണ്ട്. താഴെ നോക്കണ്ട, മേലെ നോക്കി വായിലിടും. കുറേ ഷോപ്പുകളുണ്ട്, മൊബൈൽ ഷോപ്പുകളുണ്ട്, ATM ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഷോപ്പിംഗ് ഉണ്ട്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. എല്ലാം അതിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ. ഷോപ്പിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഹോട്ടലുകളുണ്ട്. ഇത് ഓരോ മൊബൈൽ ഷോപ്പുകൾ, ഫാൻസി ഷോപ്പുകൾ, അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. മൊബൈൽ ഷോപ്പിൻ്റെ കടയാണ് ഇവിടെ കൂടുതൽ സൈഡ്. പിന്നെ ഹോട്ടലുകളും അങ്ങനെയുള്ള ഐറ്റംസ്. എന്നാലും കുഴപ്പമില്ല, എന്നാലും വൈബാണ്. കുറേ നടക്കാനും കുറേ ദൂരം നടക്കാനുണ്ട്. കുറേ ദൂരം പറഞ്ഞാൽ കുറേ ദൂരമുണ്ട്. മാക്സിമം ഒരു 1 hour 2 hour അടിപൊളിയായിരിക്കും. ഇതൊരു ചായ കഫേ പോലെയാണ്, അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ കുറേ ഉണ്ട്. കളിപ്പാട്ടങ്ങൾ, കണ്ണട, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ശരിക്കും ഹൈപ്പർ മാർക്കറ്റാണ്. ഫോട്ടോ ഈ തിരക്കിൽ ഫോട്ടോ എടുത്ത് കിട്ടില്ല മാർക്കറ്റാണ് അത്. മേനക, അതേപോലെ തന്നെ ടൂറിസ്റ്റ് വേറെ ആൾക്കാരൊക്കെ കുറേ അവിടെ പാർക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ് കിട്ടുന്നത്. എത്ര ബസ് വന്നാലും പാർക്കിംഗ് സൗകര്യം ഉണ്ടാവും. അതുകൊണ്ട് പാർക്കിംഗ് സൗകര്യം വരാതിരിക്കുന്നത്. എല്ലാവരും വരണം. തിരക്കാണ്, ഭയങ്കര അടിപൊളി തിരക്കാണ്. എല്ലാവരും വരും, ഇഷ്ടപ്പെടും, കണ്ടവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക.